US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഉദ്യോഗസ്ഥർ തന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വീണ്ടും പരിശോധിക്കുന്നതിനെക്കുറിച്ച് ആശങ്ക പങ്കുവച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഗ്രീൻ കാർഡ് ഉടമയായ ഒരു ഇന്ത്യൻ വംശജൻ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ പങ്കുവച്ച പോസ്റ്റിലാണ് നോർത്ത് കരോലിനയിൽ താമസിക്കുന്ന ഇദ്ദേഹം ഇക്കാര്യം വിശദീകരിക്കുന്നത്. 2024 ജനുവരിയിൽ വിവാഹ ബന്ധത്തിലൂടെയാണ് ഇദ്ദേഹത്തിന് ഗ്രീൻ കാർഡ് ലഭിച്ചത്. 2015 F1 വിസയിൽ അമേരിക്കയിലെത്തി. പിന്നീട് OPT, STEM OPT, H1B വിസ എന്നിവയിലൂടെ കടന്നുപോയി. 2021 വിവാഹിതനായ ഇദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞതിനാൽ അഭിമുഖമില്ലാതെ തന്നെ 10 വർഷത്തെ ഗ്രീൻ കാർഡ് ലഭിച്ചു. യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത ഇദ്ദേഹം തന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഉദ്യോഗസ്ഥർ നിയമജ്ഞരും പലതവണ പരിശോധിച്ചതായി കണ്ടെത്തി. 2026 ട്രംപ് ഭരണകൂടം നടപ്പാക്കിയ കർശനമായ കുടിയേറ്റ പരിശോധനകളുടെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം ആശങ്കയുണ്ടാക്കുന്നത്. ലിങ്ക്ഡിൻ പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ഹിസ്റ്ററി, ജോലി സംബന്ധമായ വിവരങ്ങൾ എന്നിവ പരിശോധിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. ചില രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും മുൻകാല അംഗീകാരങ്ങൾ പുനഃപരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള H1B വിസയുള്ളവർക്ക് വിസ സ്റ്റാമ്പിംഗിൽ കാലതാമസം നേരിടുന്നുണ്ട്. അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലുകളിലെ വിവരങ്ങളിൽ പൊരുത്തക്കേടുകളോ സംശയാസ്പദമായ പോസ്റ്റുകളോ കണ്ടാൽ കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെടുകയോ അപേക്ഷ നിരസിക്കുകയോ ചെയ്യാം. റെഡിറ്റിലെ മറ്റ് യൂസർമാർ ഇതിന് പല വിശദീകരണങ്ങളും നൽകി രംഗത്ത് എത്തിയിട്ടുണ്ട്. താങ്കളുടെ പേര് സാധാരണമായതുകൊണ്ട് മറ്റൊരാളുടെ അപേക്ഷയിന്മേൽ തെറ്റുപറ്റിയതാകാം, അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ലഭിച്ചവർക്കുള്ള സ്വാഭാവിക പരിശോധനയുടെ ഭാഗമാകാം, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ അൽഗോരിതം വഴി ബന്ധപ്പെട്ടവരെ നിർദ്ദേശിച്ചതാകാം എന്നൊക്കെയാണ് റെഡിറ്റിലെ മറ്റ് യൂസർമാർ പ്രതികരിച്ചത്. കുടിയേറ്റക്കാരെ മാനസികമായി സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണിതെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് സാധാരണയായി വിദേശ പൗരന്മാരെ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരെ നിരീക്ഷിക്കാറുണ്ട് എന്നും റെഡിറ്റ് യൂസർമാർ ചൂണ്ടിക്കാട്ടി. അതേസമയം നിലവിൽ അമേരിക്കൻ വിസ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ പരിശോധന ശക്തമാക്കിയ സമയമാണ്. H1B വിസ അപേക്ഷകരെയും അവരുടെ ആശ്രിതരായ H4 വിസ അപേക്ഷകരെയും സോഷ്യൽ മീഡിയ പരിശോധനയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2025 ഡിസംബർ 15 മുതൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ്, ലിങ്ക്ഡിൻ, യൂട്യൂബ്, ടിക്ടോക്ക് തുടങ്ങിയ എല്ലാ സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകളും പബ്ലിക് ആക്കി വെക്കണം. ഇത് വിസ ഉദ്യോഗസ്ഥർക്ക് അപേക്ഷകരുടെ വിവരങ്ങൾ പരിശോധിക്കാനും സുരക്ഷാ പ്രശ്നങ്ങൾ കണ്ടെത്താനും സഹായിക്കും. ഈ പുതിയ നിയമം വിദ്യാർത്ഥി വിസകൾക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾക്ക് സമാനമാണ്. അപേക്ഷകരുടെ വ്യക്തിത്വം ഉറപ്പുവരുത്താനും തെറ്റായ വിവരങ്ങൾ നൽകുന്നത് കണ്ടെത്താനും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയാണ് ഈ നടപടി. സാധാരണയായി അപേക്ഷയിലെ വിവരങ്ങളുമായി യോജിക്കുന്ന ഉള്ളടക്കങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. H1B, H4 വിസ ഉടമകൾക്ക് ഏർപ്പെടുത്തിയ സോഷ്യൽ മീഡിയ പരിശോധന കാരണം വിസ അപ്പോയിന്റ്മെന്റുകൾക്ക് വലിയ കാലതാമസം നേരിടുകയാണ്. ഇന്ത്യയിലെ മുംബൈ, ഹൈദരാബാദ് കോൺസുലേറ്റുകളിൽ 100 കണക്കിന് അഭിമുഖങ്ങൾ റദ്ദാക്കി. ഇന്ത്യയിലെത്തിയ ശേഷം വിസ സ്റ്റാമ്പിങ്ങിന് കാത്തിരുന്ന H1B വിസ ഉടമകൾക്കും ഇത് വലിയ തിരിച്ചടി ആയിട്ടുണ്ട്.